നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് പുല്ലാനി അഥവാ വരവള്ളി എന്ന് പറയുന്ന സസ്യത്തെക്കുറിച്ചാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വളരെ ദുർലഭമായി മാത്രം വിവരിച്ചു കാണുന്ന ഒരു ചെടിയാണിത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ നാട്ടുപ്രദേശങ്ങളിലും അതുപോലെ കാട്ടുജാതിക്കാരും ഇതിനെ ധാരാളമായി ഉപയോഗിച്ചു വരാറുണ്ട്. നീണ്ട തണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൽ നിറയെ ജലം സംഭരിച്ചു വയ്ക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദാഹശമനിയായി ഉപയോഗിച്ചു വരുന്നു. കോംബ്രറ്റേസിയ കുടുംബാംഗത്തിലാണ് ഈ സസ്യത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാലിക്കോപ്റ്ററിസ് ഫ്ലോറിബണ്ട എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ സുഷവ, ഉക്ഷ, നളിനി, ശ്വേതധാതകി എന്നൊക്കെയാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇലകൊഴിയും കാടുകളിലും അതുപോലെ സമതലങ്ങളിലുമാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. നീണ്ട വള്ളി പോലെയുള്ള അനേകം ശാഖകളോട് കൂടിയിട്ടുള്ളൊരു കുറ്റിച്ചെടിയാണ് ഈ പുല്ലാനി. പുല്ലാനി ചെടിക്ക് മൊത്തത്തിലൊരു സുഗന്ധമുണ്ട്. ഇതിൻ്റെ കാണ്ഡം വളരെ ദുർബലമാണ്. ഇതിലാണ് ജലം സംഭരിച്ചു വയ്ക്കാറുള്ളത്. ഇതിൻ്റെ ഇലകൾ സമുഖമായി വിന്യസിച്ചിരിക്കുന്നു. അഗ്രം കൂർത്തിരിക്കും. ഒരു 12 സെൻറ്റിമീറ്ററോളം നീളവും 7 സെൻറ്റിമീറ്ററോളം വീതിയുമാണ് ഇതിൻ്റെ ഇലകൾക്കുള്ളത്. മനോഹരമായ ഇതിൻ്റെ പുഷ്പം പൂങ്കുലകളായി ശിഖരാഗ്രങ്ങളിൽ കാണപ്പെടുന്നു. അതിന് പച്ച കലർന്ന വെള്ള നിറമാണ്. ഇതിൻ്റെ ഫലം വളരെ ചെറുതും രോമാവൃതവുമാണ്. അതിന് 5 വരിപ്പുകളുമുണ്ട്. പുല്ലാനിയിൽ കാലിക്കോപ്റ്ററിൻ എന്നൊരു രാസഘടകം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ടാനിൻ, സൾഫൈഡ്, കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയ പദാർത്ഥങ്ങളും അടങ്ങിയിട്ടുണ്ട്. പുല്ലാനിയുടെ ഇല കഫസംബന്ധമായ അസുഖങ്ങൾക്കും രക്തപിത്തത്തിനും ഹൃദ്രോഗത്തിനും ചുട്ടുനീറ്റലിനുമൊക്കെ ഉപയോഗിച്ചു വരുന്നു. കൂടാതെ വയറുകടിക്കും ഇതിൻ്റെ ഇല ഉത്തമമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ പുല്ലാനി വിഷചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഈ പാമ്പ് വിഷചികിത്സയിൽ പുല്ലാനിയുടെ കഷായം കൊടുക്കും. അതുപോലെ തന്നെ ഇതൊരു കൃമിനാശിനിയാണ്. ഈ കൃമിയുള്ള ആൾക്ക് പുല്ലാനിയുടെ ഇല അരച്ച് തേൻ ചേർത്ത് കൊടുക്കണം. ഈ ചെറിയ ചെറിയ കൃമികളൊക്കെ ചത്തുപോകും. പിന്നെ ഇത് ഈ വ്രണം ഉണങ്ങാനും, അതായത് ദുഷ്ടവ്രണം എന്ന് പറയും, അതിൽ ഈ പുല്ലാനിയുടെ ഇല അരച്ചിട്ട് വെണ്ണ ചേർത്ത് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ ഈ മുറി ഉണങ്ങും. പിന്നെ പണ്ട് കാലത്ത് ഈ മലമ്പനിക്ക് ഇപ്പോഴും പല വിട്ടുമാറാത്ത ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനിക്ക് ഈ പുല്ലാനി സമൂലം കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പനി ശമിക്കും. പിന്നെ ഈ ചില ആൾക്കാർക്ക് വയറുകടി എന്ന് പറയാം. ഈ വയറുകടി ഈ കൃമി കൊണ്ടും അല്ലാണ്ട് ഉണ്ടാവാം. അങ്ങനെ കൃമികടി ഉണ്ടാകുമ്പോൾ ഈ പുല്ലാനിയുടെ ഇല സ്വരസമാക്കുക, അത് ലേശം തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിൽക്കും.